വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യത. സംസ്ഥാന ബി.ജെ.പിയിലെ ആഭ്യന്തര തർക്കത്തെ തുടർന്നാണ് പുനഃസംഘടനാ നടപടിയെക്കുറിച്ച് കേന്ദ്രത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ രാജ് നൽകും. അനുപ്രിയ, ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് ബി.ജെ.പിയിലെ സംഘർഷങ്ങൾ മൂർച്ഛിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചു. ഏതു രീതിയിലാണ് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ ബി.ജെ.പി നേതൃത്വം നീക്കം നടത്തുന്നത്? ലിബീഷ്, ഇപ്പോൾ സംസ്ഥാന ബി.ജെ.പിയിലെ ആഭ്യന്തര തർക്കത്തെ തുടർന്നാണ് മന്ത്രിസഭാ പുനഃസംഘടന എന്ന ഒരു ചർച്ച ഇപ്പോൾ കേന്ദ്രതലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ സംഘടനാ തലത്തിലും സംസ്ഥാന ബി.ജെ.പിയിലെ സംഘടനാ തലത്തിലും പുനഃസംഘടന ഉണ്ടാകും എന്ന ചർച്ചകളാണ് ഇപ്പോൾ കേന്ദ്ര ബി.ജെ.പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പിയിലെ 10 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മന്ത്രിസഭാ പുനഃസംഘടനയും ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ പുനഃസംഘടനയും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ലിബീഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ, അദ്ദേഹവും യോഗി ആദിത്യനാഥും ഒപ്പം തന്നെ ബി.ജെ.പിയിലെ മറ്റ് പ്രമുഖ നേതാക്കളും പങ്കെടുത്ത ഒരു റിവ്യൂ മീറ്റിംഗിൽ ഏകദേശം 2000 ബി.ജെ.പി നേതാക്കൾ ആ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിലായിരുന്നു കേശവ് പ്രസാദ് മൗര്യ പരോക്ഷമായി യോഗിക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അതായത് സർക്കാരല്ല പാർട്ടിയും പ്രവർത്തകരുമാണ് പ്രധാനമെന്നായിരുന്നു മൗര്യ മീറ്റിംഗിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. ഇത് യോഗിക്കെതിരെയുള്ള പരോക്ഷ വിമർശനമായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതോടെ പ്രശ്നം വിവാദമായതിനു ശേഷമാണ് മൗര്യ ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയുമായും ഒപ്പം തന്നെ ജെ.പി. നഡ്ഡ പാർട്ടി അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരിയുമായും വെവ്വേറെ ചർച്ചകൾ നടത്തി. ഭൂപേന്ദ്ര സിംഗ് ചൗധരി അദ്ദേഹം ചർച്ചയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി അധ്യക്ഷ പദവിയിൽ നിന്ന് താൻ ഒഴിയുകയാണ് എന്നായിരുന്നു ഭൂപേന്ദ്ര സിംഗ് ചൗധരി ചർച്ചയ്ക്കിടെ ജെ.പി. നഡ്ഡയോട് ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഈ റിവ്യൂ മീറ്റിംഗിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അതായത് 33 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയാണ്. അതായത് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. മാത്രമല്ല, അതായത് ചില സഖ്യകക്ഷികളും ഈ ഒരു വിമർശനം ഉന്നയിച്ചു. സഖ്യകക്ഷി ഉന്നയിച്ച ഒരു പ്രധാന വിമർശനം എന്ന് പറയുകയാണെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രീതി, അതായത് ഈ ബുൾഡോസർ രീതി വളരെയധികം തെരഞ്ഞെടുപ്പിൽ വളരെയധികം പ്രത്യാഘാതം ഉണ്ടാക്കി എന്ന വിമർശനം ഉന്നയിച്ചു. ഈ ഒരു വിമർശനം വന്നതിന് പിന്നാലെ തന്നെ ലക്നോ നദീതീരത്തിനടുത്തുള്ള വീടുകൾ പൊളിക്കാനുള്ള തീരുമാനം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഏതായാലും പുനഃസംഘടനാ ചർച്ചകൾ, അതിന്റെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ യോഗി ആദിത്യനാഥ് ഇപ്പോൾ മന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏതായാലും യു.പിയിലെ സംസ്ഥാന ബി.ജെ.പിയിൽ ഉണ്ടായ പടയൊരുക്കം, യോഗിക്കെതിരെയുള്ള പടയൊരുക്കം ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ വാർത്തയായിരിക്കുകയാണ് ലിബീഷ്. ശരി അനുപ്രിയ.